ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു AI മിനി വേർഷൻ ഗെയിം ഉണ്ടാക്കാൻ നോക്കാം. അതും പൈത്തണിൽ, അല്ലെങ്കിൽ നമുക്ക് പൈച്ചാൻ പോലത്തെ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റിലാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കത് ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതേ പ്രോഗ്രാം നിങ്ങൾക്ക് ഈ പൈച്ചാമോ അല്ലെങ്കിൽ പൈത്തണോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോ പ്രോബ്ലം. നമുക്ക് എന്തായാലും നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാകും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം ജസ്റ്റ് നിങ്ങൾ replik.com എന്നടിക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ പോയി സെർച്ച് ചെയ്യാം. എന്ത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോക്ക് പേപ്പർ സിസർ നിങ്ങളൊക്കെ പണ്ട് കുറേ കേട്ട് പരിചയമുള്ള സാധനമായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കും AI നമ്മുടെ കൂട്ടത്തിൽ റിപ്ലൈ വരും, അഥവാ കമ്പ്യൂട്ടർ നമുക്ക് കൂടുതൽ കളിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ റോക്കെന്ന് കൊടുക്കാം. യെസ്, യു വിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ പ്ലേ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ വേണമെങ്കിൽ യെസ് ഓർ നോ കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും കളിക്കണമെന്നൊക്കെ തീരുമാനിക്കാം. നോ പ്രോബ്ലം. ചില സമയം ടൈ ആവാം, ചില സമയം ഫെയിൽ ആവാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാകും നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങോട്ട് കയറാമെന്ന് ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ replik.com എന്ന് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യാനൊരു ഇൻ്റർഫേസ് കാണാം. അത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടെംപ്ലേറ്റ് ചൂസ് ചെയ്യണം. അതായത് ഞാൻ കാണിക്കാം. ജസ്റ്റ് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ടെംപ്ലേറ്റിൽ പൈത്തൺ ചൂസ് ചെയ്യാം. പൈത്തൺ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ പബ്ലിക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന രീതിക്കാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിയം പർച്ചേസ് ചെയ്യാം. അതൊക്കെ യുവർ ചോയ്സ് ആണ്. നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ടുള്ള വെർഷൻ ചൂസ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് ഉണ്ട്. നമുക്ക് ഇനി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, വീഡിയോ ഓൾമോസ്റ്റ് ഒരു 1 hour എടുത്തുണ്ടാകും. അപ്പോൾ ഞാൻ എല്ലാം ഒരു കുത്തും കോമയും വിടാതെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് നിങ്ങളുടെ വീഡിയോ മൊത്തമായിട്ട് കാണാം. ഒരു നോട്ട് എടുത്ത് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇൻ്റർഫേസ്. ഇവിടെയാണ് നമ്മളെല്ലാ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ കൊടുത്ത ഇൻപുട്ടിനൊക്കെ ഔട്ട്പുട്ട് എന്താ നമുക്കിവിടെ ഈ കൺസോൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മളിവിടെ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് അതെങ്ങനെ ഉണ്ടാകുന്ന ഫൈനലൈസ് റിസൾട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ കൺസോൾ നമുക്ക് നോക്കാം റണ്ണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ടിങ് ആദ്യം പറഞ്ഞ സമയങ്ങൾ എന്തെല്ലാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ റാൻഡംനെസ് ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് റാൻഡം, സിമ്പിൾ പരിപാടിയാണ്. ഫസ്റ്റ് തന്നെ, അതായത് നോർമലി നമ്മളൊരു ഗെയിം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കും ഇത് ഇങ്ങനെ സംഭവിക്കണം, അവിടെ എത്തുമ്പോൾ ഇത് ഇങ്ങനെ ആവണം എന്നൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന് ഇട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ റാൻഡം എന്ന് പറഞ്ഞൊരു കോഡ് അടിച്ചത്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഈ മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് AI അഥവാ നമ്മുടെ കമ്പ്യൂട്ടർ പിക്ക് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് റാൻഡമായിട്ട് പിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ റാൻഡം ഇമ്പോർട്ട് ചെയ്തത്. ഫസ്റ്റ് ബ്ലോക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. നമുക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ നെക്സ്റ്റ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഓപ്ഷൻസ് എന്നാണ്. അതായത് നമ്മൾ കൊടുക്കണമല്ലോ ഓപ്ഷൻസ് എന്ന്. ഈ ഓപ്ഷൻസ് നിന്ന് റാൻഡം ആയിട്ടാണ് ആര് ചൂസ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ഇസ് ഈക്വൽ ടു ഐസ് ഈക്വൽ ടു ഒരു കാര്യമുണ്ട്. ഈ ഒരൊറ്റ ഈസ് ഈക്വൽ ടു ഇട്ടാൽ നിങ്ങളൊരു വാല്യൂ പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരൊറ്റ ഈസ് ഈക്വൽ ടു ഇട്ടാൽ അർത്ഥം. അതായത് ഇപ്പോൾ x ഈക്വൽ ടു 5 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ നിങ്ങളതിന് ഓക്കെ ഇത് തന്നെ ആണ് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ ഒരൊറ്റ ഈസ് ഈക്വൽ ടു ഇട്ടാൽ മീനിങ്. ഇനി ഇതിന് പകരം 2 ഈസ് ഈക്വൽ ടു ഇടുന്ന സ്ഥലം വരും. അത് ഉദ്ദേശിക്കുന്നത് കമ്പയർ ചെയ്യാണ്. 2 എണ്ണം തന്നാൽ അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഈസ് ഈക്വൽ ടു യൂസ് ചെയ്യുക. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ബേസിൽ നിന്ന് നിങ്ങളിതിനെ മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ മെമ്മറി കൊടുത്ത് കുറച്ചുകൂടി അടിപൊളിയാക്കി മാറ്റാം. അതുപോലെ നിങ്ങൾക്ക് സൗണ്ട് ആഡ് ചെയ്യാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ ഫർദർ മോർ വീഡിയോസിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് ഇതെങ്ങനെ ഏനെ കൊണ്ട് റാൻഡമായിട്ട് ചൂസ് ചെയ്യിപ്പിക്കുന്നു. ജസ്റ്റ് ഒരു മോഡൽ മാത്രം കാണിക്കുകയാണ്, ബേസിക് ലൈന്.
ഇനി ഞാനിവിടെ റോക്ക് പേപ്പർ സിസർ എന്ന് അടിക്കണം. അപ്പോൾ നിങ്ങൾ കോമ ഇടുന്നതൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കാൻ. ഞാൻ ഫുള്ള് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റും നോക്കാം. കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കോമയൊക്കെ കൊടുക്കുന്നതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാനപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് സ്ട്രിങ്സ് ആയിട്ട് നമ്മൾ ത്രെഡ്സ് പോലെ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ ഇപ്പോൾ പറയുന്നതിന് വലിയ രീതിയിൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് ഇത് ബിൽഡ് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. റോക്ക്, അതുപോലെ പേപ്പർ, ഓക്കെ. നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ റാൻഡം ഇമ്പോർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് റോക്ക്, പേപ്പർ, സീസർ, ഈ മൂന്നെണ്ണത്തിൽ നിന്ന് വേണം എ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തതെന്ന് പറയുന്നതാണ് യൂസറിൻ്റെ ഇൻപുട്ട്. യൂസറിൻ്റെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ കോൾഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. സൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. സോറി. ബിക്കോസ് നമുക്ക് നോക്കാം. യൂസറിൻ്റെ ഇൻപുട്ട് ഫംഗ്ഷനാണ് നമ്മൾ അടുത്ത് കൊടുക്കാവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ബ്ലോക്കിൻ്റെ ഒരു ഹെഡിങ് പോലെ കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് എഴുതുമ്പോൾ ഒക്കെ ഓരോ സൈഡ് ഹെഡിങ് കൊടുക്കില്ല, അതുപോലെ ഇതിൽ വേണമെങ്കിൽ സൈഡ് ഹെഡിങ് കൊടുത്ത് വെക്കാം. നിങ്ങൾക്ക് ലാസ്റ്റ് റൺ ചെയ്യുന്നതിന് മുമ്പാണ് ജസ്റ്റ് ഡിലീറ്റ് ഇട്ട് റൺ ചെയ്താൽ ആദ്യം, അല്ലെങ്കിൽ #, ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് ചെയ്ത് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നമുക്ക് യൂസറിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഫംഗ്ഷൻ എന്താ, ഡെഫിനിഷൻ എന്താ, ഡിഫൈൻ എന്താണെന്നും നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട. ഇപ്പോൾ തൽക്കാലം ഇത് ആലോചിക്കാം. ഡെഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിഫൈൻ എ ഫംഗ്ഷൻ, അതാണ് ഇതിനോട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ തൽക്കാലം ഇവിടെ ഗെറ്റ് യൂസർ ചോയ്സ് എന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടർ ചോയ്സ് നിങ്ങൾക്ക് യൂസർ ചോയ്സ് എന്ന് കൊടുക്കാം. ഇനി പൈത്തണിൽ ചെയ്യുന്നവർക്ക് ഈ ബാക്കപ്പ് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ എയുടെ ബാക്കപ്പ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഡ് ഇതാണോ എന്ന് കോഡ് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ യൂസറിന് വേണ്ട ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഗെറ്റ് യൂസർ ചോയ്സ് നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് എന്ത് വേണമെങ്കിലും അടിക്കാം. യൂസറിനോ അല്ലെങ്കിൽ ചോയ്സ് എന്ന് മാത്രമോ എങ്ങനെ വേണം അടിക്കാം. ഇപ്പം നിങ്ങൾ മൊത്തം കോഡ് അടിച്ചു പോകുമ്പോൾ ഇപ്പോൾ യൂസറിൻ്റെ ചോയ്സ് ഒന്നും അടിച്ചില്ലെങ്കിൽ താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷനാവും. നമ്മളിപ്പോൾ ഇനി എയുടെ ചോയ്സ് അടിക്കാൻ വരും. അപ്പോൾ രണ്ടും കൂടി മിക്സായി പോകരുതല്ലോ, നിങ്ങൾക്ക് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് എടുത്തത് നോട്ട് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതായത് പ്രോഗ്രാം മൊത്തം എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ ഞാൻ പറയുന്ന ചില റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളില്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ പോയിന്റ്സ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂസറിൻ്റെ ഫംഗ്ഷൻ. ഓരോ ബ്രാക്കറ്റിനും ഇവിടെ മീനിങ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ബ്രാക്കറ്റ് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന നമ്മളൊരു പർട്ടിക്കുലർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്സിൽ ചെയ്യാറില്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അഡീഷനൊക്കെ യൂസ് ചെയ്യുന്നത്, ഇത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ബ്രാക്കറ്റിൽ ഇടുമ്പോൾ ആദ്യം ചെയ്യില്ലേ, അതുപോലെ അത് തന്നെ മാത്തമാറ്റിക്സിലെ മീനിങ് തന്നെയാണ് ഇവിടുത്തെ ബ്രാക്കറ്റിന് മെയിനായിട്ട് വരുന്നത്. നിങ്ങളിപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ബ്രാക്കറ്റ് ഇടേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത് ബ്ലോക്ക് അടിക്കാം. ഇനി നമ്മൾ കൊടുക്കാൻ പോവാണ് യൂസറിനുള്ള ചോയ്സ് എന്താണ്. യൂസർ എന്തായാലും ഇപ്പോൾ റോക്ക് പേപ്പർ സീസർ ഗെയിം ആകുമ്പോൾ ഈ 3 ചോയ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ യൂസറിന് നമ്മൾ എന്ത് കൊടുക്കണം, ഇൻപുട്ടായിട്ട് അതായത് യൂസർ ഇത് ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ യൂസർ ഇങ്ങനെയാണല്ലോ കാണേണ്ടത് ഇൻപുട്ടായിട്ട്. ചൂസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ അവിടെ പറയും. Scissors. ഓക്കെ. അപ്പോൾ നിങ്ങൾ വലിയ കൺഫ്യൂസ് ആവണ്ട.
നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മൾ റാൻഡമായിട്ട് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ അടിച്ചു കൊടുത്തു. അതിൽ നിന്ന് റാൻഡമായിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളും നമ്മളെ കമ്പ്യൂട്ടർ തന്നെ. ഇനി നമ്മൾ യൂസറിന് വേണ്ട ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ യൂസറിന് തന്നെ ചോയ്സ് ആയിട്ട് എന്തെടുക്കണം, അതായത് യൂസർ ഈ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ യൂസറിന് കാണേണ്ടത് എന്താണ്, ചൂസ് റോക്ക് പേപ്പർ സീസർ, അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാണണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതടിക്കുന്നത്. ഈ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഡബിൾ കൊട്ടേഷൻ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം വേറൊരു കാര്യം കൂടി ചെയ്യണം. ഇനിയിപ്പോൾ ഈ യൂസർ റോക്ക് പേപ്പർ സീസർ ടൈപ്പ് ചെയ്യുമല്ലോ, ചിലപ്പോൾ ചില യൂസേഴ്സ് അതിൽ ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ ടൈപ്പ് ചെയ്താൽ കൺഫ്യൂഷൻ വരും, സ്മോളിലാണോ ക്യാപിറ്റലിലാണോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ യൂസർ എങ്ങനെ ടൈപ്പ് ചെയ്താലും പ്രശ്നമില്ല, കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, ലോവർ കേസിലാക്കി കൊടുക്കാം തൽക്കാലം. ഇനി എന്തായാലും യൂസർ ഇപ്പോൾ എങ്ങനെ അടിച്ചു കൊടുത്താലും നമ്മുടെ കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്യുന്നത് ലോവർ കേസിലായിരിക്കും. ഇനി നമുക്ക് AI എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അടിക്കണം. അതിനു മുമ്പായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഈ യൂസർ അടിക്കാൻ ചാൻസ് ഉള്ള ചോയ്സുകൾ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലല്ലാതെ ഈ ഓപ്ഷനിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒന്ന് യൂസർ അടിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ഇൻവാലിഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഞാൻ അങ്ങോട്ട് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇഫ് ക്ലോസ് കൊടുക്കണം. അതായത് അത് നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ലോസ് നമ്മൾ കൊടുക്കാൻ കാരണം മെയിനായിട്ട് ഈ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. ഓരോ കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഇഫ് ക്ലോസ് യൂസ് ചെയ്യാറ്. അതെനിക്ക് മനസ്സിലാവും, ഞാൻ പറയാം, വരുന്ന ഇതിലേക്കൊക്കെ ഉണ്ട്, ഞാൻ പറയാം. ഇഫ് ചോയ്സ് നോട്ട് ഇൻ എന്നടിക്കാം. നിങ്ങൾക്ക് നമ്മൾ ഈ കൊടുത്ത ഓപ്ഷനിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒന്ന് യൂസർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കാണിക്കണം എന്നൊരു ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് നല്ലത്. അപ്പോൾ ഇൻവാലിഡ് എന്ന് കാണിക്കാവുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കണം, ഇഫ് ചോയ്സ് നോട്ട് ഇൻ ഓപ്ഷൻസ്. നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് പോലെ തന്നെ ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യണം. എന്താണ് ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ മറ്റേ കോട്ട് കൊടുക്കുമ്പോൾ സിംഗിൾ കൊടുക്കും. ഞാൻ ഇപ്പോൾ ഡബിൾ തന്നെ കൊടുക്കുന്നത്, അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും. ഇൻവാലിഡ് ചോയ്സ് എന്നോ വെറും ഇൻവാലിഡ് എന്നോ എന്ത് വേണം നിങ്ങൾക്ക് കൊടുക്കാം, അതൊന്നും പ്രോഗ്രാമിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇൻവാലിഡ് മാത്രം കൊടുക്കുന്നു. ഞാൻ ശരിക്കും ഇതിങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവണം നിങ്ങൾ കണ്ടോട്ടെ. അപ്പോൾ നിങ്ങൾക്കത് മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാമല്ലോ. ഈ അടിച്ചതെന്ന് റിട്ടേൺ ഗെറ്റ് യൂസർ ചോയ്സ്. അതായത് ഓപ്ഷനില്ലാത്ത എങ്ങനെ ഒന്ന് അടിച്ച് ഈ വാണിംഗ് മെസ്സേജ് കാണിക്കുമല്ലോ ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തണമല്ലോ. അതായത് നിങ്ങൾ വീണ്ടും ഈ ചോയ്സ് കാണിക്കണമല്ലോ, ചൂസ് റോക്ക് പേപ്പർ സീസർ. ഇതിലെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള മെസ്സേജ് പിന്നെയും കാണണമല്ലോ ഈ അടിച്ചത് ഇൻവാലിഡ് ആണെന്ന് കാണിച്ചതിന് ശേഷം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. റിട്ടേൺ ചോയ്സ് എന്നും കൂടി നമുക്ക് കൊടുക്കാം. നമ്മൾ ഫൈനലി കറക്റ്റ് അങ്ങോട്ട് എത്തിക്കോളും.
ഇനി നമ്മൾ ഓൾറെഡി ഇപ്പോൾ യൂസറിന് ഇൻപുട്ട് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് AI അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ടുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അത് കൊടുക്കണം. AIൻ്റെ ചോയ്സ് എന്താണെന്നുള്ള രീതിക്ക് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ് ആയിട്ട് ഇപ്പോൾ AI ചോയ്സ് എന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചോയ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതിന് ഞാൻ ഡിഫൈൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി താഴത്തേക്ക് സ്പേസ് ഇടാം, അതൊന്നും പ്രശ്നമല്ല. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അത് നേരത്തെ നമ്മൾ കൊടുത്തതെന്നാണ് ഗെറ്റ് അണ്ടർസ്കോർ ഇട്ടതിന് ശേഷം നമ്മൾ യൂസർ ചോയ്സ് എന്നല്ല കൊടുത്തത്. ഇവിടെ നമുക്കിപ്പോൾ AI ചോയ്സ് എന്ന് കൊടുക്കാം. ഇപ്പോൾ അണ്ടർസ്കോർ ഇട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ AI സ്മോൾ ലെറ്റർ കൊടുക്കുന്നത് എനിക്ക് കുറച്ച് ഇഷ്ടം. ഓക്കെ, കേട്ടെ. AI ചോയ്സ് എന്ന് കൊടുത്തു. ശരിക്കും അണ്ടർസ്കോർ ഇട്ടാൽ കുറച്ചുകൂടി വൃത്തിയാവും. എൻ്റെ കീബോർഡിന് ചില സമയത്തൊരു പ്രശ്നമുണ്ട്, അണ്ടർസ്കോറിന് വരാൻ കുറച്ച് മടിയാണ്. അപ്പം ഞാൻ തൽക്കാലം ഗെറ്റ് AI ചോയ്സ് എന്ന് അടിച്ചു. ഇവിടെ നമുക്ക് അതുപോലെ റിട്ടേണിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. ഞാൻ പറയാം എന്തിനാന്നൊക്കെ. AI എങ്ങോട്ടാണ് ശരിക്കും പോകേണ്ടത്? റാൻഡംനെസ്സിലേക്ക് തിരിച്ചു പോകണം. യൂസർ എങ്ങോട്ട് പോകണം? യൂസറിന് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്, യൂസർ എന്ത് ചെയ്യണം. അതായത് ചൂസ് റോക്ക് പേപ്പർ ഓർ സിസർ, ആ ഓപ്ഷനിലേക്കാണ് യൂസർ തിരിച്ചു പോകുന്നത്. ഏത് തെറ്റിക്കഴിഞ്ഞാൽ, ഇൻവാലിഡ് അടിച്ചു കഴിഞ്ഞാൽ. ഇനി AI കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? റിട്ടേൺ റാൻഡം ഡോട്ട് ചോയ്സ്. ഈ ഓപ്ഷൻസ് AI റാൻഡമായി യൂസ് ചെയ്തു. നമ്മൾ യൂസറിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ അഥവാ AI ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. AI ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഗെറ്റ് AI ചോയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിൽ റിട്ടേൺ ചെയ്യണം. AI എങ്ങോട്ട് റിട്ടേൺ ചെയ്യണം? റാൻഡം ആയിട്ടുള്ള ആ ചോയ്സ് ഓപ്ഷനല്ലേ, അങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റാൻഡം ചോയ്സ് എന്നുള്ള റിട്ടേൺ യൂസ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത് ഇങ്ങനെ ആണ്, ഈ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് അടിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ നമുക്ക് AIൻ്റെ സ്റ്റിമുലേഷൻ, AI എങ്ങനെയാണ് തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുക, ആ ഒരു സിമുലേഷൻ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് AIൻ്റെ ബേസിക്സ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എല്ലാവരും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് വരും വീഡിയോസിൽ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഗെയിമിൽ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡിസിഷൻ ഫങ്ഷൻസ് നമുക്ക് അടിക്കണം. അതായത് ഡിസൈഡ് ചെയ്യണം രണ്ട് പ്ലേയേഴ്സും എങ്ങനെയാണ് എന്താണ് ചൂസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യണം. പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളെ കമ്പ്യൂട്ടറും ഒന്ന് ഓപ്പണൻ്റ് ആയിട്ട് യൂസറും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ചില ഈ കോഴ്സിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് അത് എനിക്കൊന്ന് കുറച്ച് ഇങ്ങോട്ടാക്കി കുറച്ചുകൂടി ക്ലിയർ ആവും. അതിൻ്റെ നേരെ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് കൊണ്ടുവച്ചാൽ മതിയാവും. യെസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ബ്ലോക്കിൽ ഡിസിഷൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഡിസിഷൻ എടുക്കണം. ബോത്ത് പ്ലേയേഴ്സിൻ്റെയും ലൈൻസ് നോക്കിയിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്ന്. അതിനായിട്ട് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ 2-3 കാലത്ത് ഈ ഒരേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയില്ലേ? ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ബാക്കിയുള്ള യൂസ് ചെയ്ത് ഫെമിലിയർ ആവേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ വിന്നറിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഡിസൈഡ് വിന്നർ. ഞാൻ സ്ക്രീൻ കീബോർഡ് ഓൺ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ അണ്ടർസ്കോർ അടിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ക്രീൻ കീബോർഡ് ഓൺ ആക്കി നമുക്ക് അണ്ടർസ്കോർ അടിക്കാം, പ്രശ്നമില്ല. ഓക്കെ, ഡിസൈഡ് വിന്നർ. മൗസ് യൂസ് ചെയ്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന കുറച്ച്. ഓക്കെ, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫൈൻ ചെയ്യുന്നു, ഡിസൈഡ് വിന്നർ എന്ന് പറയുന്നു. ഇനി അതിൽ തന്നെ നമുക്ക് ആൾക്കാരാക്കിയാൽ ഒന്ന് യൂസറും ഒന്ന് എ അല്ല നമ്മളെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആരാന്നല്ല നമ്മൾ വിന്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നോക്കുന്നത്. ഒന്ന് യൂസർ, അതുപോലെ നെക്സ്റ്റ് എ. ഓക്കെ, ഇതിൽ ഈ രണ്ട് ഓപ്ഷനിലും യൂസറും അല്ലെങ്കിൽ എ, അങ്ങനെ നമുക്ക് ഇനി എന്താണ് പ്രിൻ്റായിട്ട് കാണേണ്ടതെന്നും കൂടി അടിക്കണം ഈ കൂടത്തിൽ തന്നെ. ഞാൻ ആ വൈ മാത്രം ഒന്ന് ക്യാപിറ്റൽ അടിച്ചാൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കേളി ബ്രാക്കറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നെയിമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഒക്കെ പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആണ് കേളി ബ്രാക്കറ്റ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ്. നിങ്ങൾക്കിപ്പോൾ ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് ഈ ബ്രാക്കറ്റിന് സത്യം പറഞ്ഞാൽ ഓരോ സ്ട്രിങ്ങായിട്ട് കണക്ട് ചെയ്യുക, അതുപോലെ അതിനെ എസ്കേപ്പ് ചെയ്യാം, അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഈ ബ്രാക്കറ്റ് കൊണ്ട്. തൽക്കാലം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ നെയിംസിൻ്റെ സ്ഥാനത്തൊക്കെയാണ് സാറിന് കൊടുക്കൽ. അപ്പോൾ ഇവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചൂസ് യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടാക്കും ഈ ഒരു ലൈനിൽ ഇവർ രണ്ടുപേരും ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈനാണ് നമ്മൾ ഇപ്പോൾ അടിച്ചത്. ഈ ഫംഗ്ഷനിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. വിന്നറിനെ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മളെ ചൂസ് ചെയ്തു, അതുപോലെ എനെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞ് മീൻസ് ആ ഒരു മീനിങ് അല്ല ശരിക്കും പറഞ്ഞതിന് വരുന്നത്. നമ്മളെ റിയാലിറ്റിയിലുള്ള ആ ഒരു ലോജിക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ അടിക്കുന്നത് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതിപ്പോൾ യൂസർ റോക്ക് അടിച്ചെന്ന് വിചാരിക്കാം, അതുപോലെ എ റാൻഡമായിട്ട് ചൂസ് ചെയ്ത് സിസറാന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ എഫ് ഡബിൾ ഡാഷ് കോട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ നേരത്തെ മുകളിൽ അടിച്ച പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അടിച്ചാണ് ചൂസ് യൂസർ എന്ന് പറഞ്ഞിട്ടും എ എന്ന് പറഞ്ഞിട്ടും. ഇത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഞാൻ ഇവിടെ ലാസ്റ്റ് കൊടുത്തത്. യു ചൂസ് റോക്ക്, അതുപോലെ എ ചൂസ് സീസസ്. അത് രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് എന്താ ചൂസ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയേ? അത്രേ ഉള്ളൂ, ഇതിൽ കൂടുതൽ കൺഫ്യൂസ് ആവാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒഴിവാക്കുകയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി അടിച്ചാൽ. അതുപോലെ ഈ എഫിൻ്റെ കാര്യം ഇത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് കേളി ബ്രാക്കറ്റിൽ ഇടേണ്ടതാണ്. യു ചൂസ് യൂസർ എന്ന് പറയുന്നതും അതുപോലെ എ ചൂസ് എന്ന് പറയുന്നതും രണ്ടും വേറെ വേറെ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ ഈ ഫോർമാറ്റഡ് സ്ട്രിങ് യൂസ് ചെയ്യുക. ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ എഫ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ബ്രാക്കറ്റ് ഇടുന്ന പണി കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് കിടക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് അഥവാ ഞാൻ പറയുന്ന എന്തെങ്കിലും വിട്ടുപോയിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടിക്കേണ്ടത് ഒരു കണ്ടീഷൻ അടിക്കണം. ഇഫ് യൂസർ അതുപോലെ യൂസറും എയും ഒരേ കാര്യമാണ് ചൂസ് ചെയ്തതെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ റോക്ക് ചൂസ് ചെയ്തു, ഇപ്പോൾ പേപ്പർ ചൂസ് ചെയ്തു, പേപ്പർ രണ്ടാളും ഒരേ കാര്യം ചൂസ് ചെയ്തു, എയും റോക്കും അതുപോലെ ഞാനും റോക്ക് ചൂസ് ചെയ്തു, രണ്ടും സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കണം, അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. കൺഫ്യൂസ് ആവാതല്ലേ, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമുക്കിനി ഈ ക്ലോസ് ഒരു കണ്ടീഷൻ വെക്കണം. യൂസറും എയും അടിക്കുന്നത് സെയിം ആണെങ്കിൽ, ഇപ്പോൾ എ റോക്ക് അടിച്ചു, യൂസർ അതായത് ഞാൻ റോക്ക് അടിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് കാണിക്കണം? ആയിട്ടും ഒരു ടൈ എന്ന് കാണിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞൊരു യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ മുകളിൽ റിട്ടേൺ യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തിരിച്ച് വേറെ ഇൻ്റർഫേസിലേക്ക് റിട്ടേൺ അടിക്കാനാണ്. നമുക്ക് തൽക്കാലം കൊടുക്കാം ഇറ്റ് ഈസ് എ ടൈ. ഒരു എക്സ്ക്ലമേറ്ററും കൂടി കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാൻ. ഓക്കെ, അപ്പോൾ അവിടെ അത്രയും നമ്മൾ കൊടുത്തുള്ളൂ. ഒരു കണ്ടീഷനും കൂടി കൊടുത്ത് വെച്ചാണ് രണ്ടാളും സെയിം ആണെങ്കിൽ ടൈ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അടിക്കാനുണ്ട്. ഒരു 2-3 ബ്ലോക്ക് ഒന്നിച്ച് വരും. അതായത് യൂസർ വിൻ ചെയ്യേണ്ട കണ്ടീഷൻസാണ് നമ്മൾ അടിക്കേണ്ടത്. യൂസറിന് ഇപ്പോൾ 3 കണ്ടീഷനല്ലോ ആകെ വരുന്നുള്ളൂ. എയ്ക്കല്ലേ റാൻഡമായിട്ട് പറ്റുന്നത്, ചൂസ് ചെയ്തിട്ട് എടുക്കേണ്ടുള്ളൂ. യൂസർ ഇപ്പോൾ അതായത് 3 ചോയ്സ് ഉണ്ട് യൂസറിന് ജയിക്കാൻ വേണ്ടിയിട്ട്. ആ ചോയ്സ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ കണ്ടീഷനായിട്ട് കൊടുക്കണം. അതിനുശേഷം ഇനിയിപ്പോൾ എ ആണ് ജയിക്കുന്നെങ്കിൽ അതുപോലെ യൂസറാണ് ജയിക്കുന്നെങ്കിൽ എന്ത് കാണിക്കണം എന്നുള്ളത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ നമുക്ക്. ഞാനത് അടുത്ത നെക്സ്റ്റ് 4 ബ്ലോക്ക് ഓൾറെഡി അടിച്ചു. ഇവിടെ നമ്മളിപ്പോൾ ടൈ ആവുന്ന കണ്ടീഷൻ കൊടുത്തല്ലോ. ഇനി അതല്ലെങ്കിൽ എൽസ് ഇഫ്, അതാണ് ഈ എലിഫിൻ്റെ ഇവിടെ ഷോർട്ടാക്കി കൊടുത്താണ് എൽസ് ഇഫ്. ആ കണ്ടീഷൻ അല്ലെങ്കിൽ അടുത്ത രീതിക്കുള്ള കണ്ടീഷൻസ് ആണ് ഓൾറെഡി നമ്മളിവിടെ അടിച്ചത്. ഞാൻ പറഞ്ഞു ഇവിടെ 2 ഈക്വൽ ടു ഇട്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. 2 ഈക്വൽ ടു ഇടുന്നതിനെ കമ്പയർ ചെയ്യാണ് യൂസർ അടിക്കുന്നത് ഇതും അതുപോലെ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഈക്വൽ ടു നമ്മൾ അടിക്കുന്നത്. അതിൽ 1 അടിക്കുന്നത് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂസ് ആവരുത്. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ ബ്രാക്കറ്റ് എന്ന്, പിന്നെയും ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഈ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സിംഗിളോ ഡബിളോ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഡബിളാണ് കൊടുക്കുന്നത്, അതായിരിക്കും കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവുക. ഭംഗി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട്. നിങ്ങൾ ഈ കൊട്ടേഷൻ വിട്ടുപോയത്, കൊട്ടേഷൻ വിട്ടാൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ പറയും. ഞാൻ എൽസിഫിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. അതുപോലെ നമുക്കിവിടെ യൂസർ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇത്രയും കണ്ടീഷനിലാണ് യൂസർ ജയിക്കാൻ. ഇപ്പോൾ യൂസർ റോക്ക് ചൂസ് ചെയ്തു,
അതുപോലെ എ ചൂസ് ചെയ്തെന്താണ് സിസേഴ്സ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ആരെ ജയിക്കാൻ നിങ്ങൾക്ക് പറയാമല്ലോ. അതുപോലെ തന്നെ യൂസറിന് ജയിക്കാൻ വേണ്ട കണ്ടീഷനിലാണ് ഞാൻ കൊടുത്തത്. റോക്ക് പേപ്പർ സിസർ. ഫസ്റ്റ് നിങ്ങൾ യൂസറിൻ്റെ 3 അടിച്ചു വെക്കുക. അതിനുശേഷം എ എന്തടിക്കുമാണ് അതിന് കറക്ഷനായിട്ട് കിട്ടുക എന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്തായിട്ട് അടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പോസിബിലിറ്റീസ് ഒക്കെ ചെക്ക് കഴിഞ്ഞു. അതായത് യൂസർ എനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള പോസിബിലിറ്റീസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി ഇതും അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലോസ് ആയിട്ട് വീണ്ടും കൊടുക്കാം എൽസ് ഇഫ്. വേറെ കണ്ടീഷൻ ഉണ്ടല്ലോ, എ വിൻ ചെയ്യുന്ന കണ്ടീഷൻസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഒന്നുകൂടി എൽസ് ഇഫ് അടിക്കുന്നത്. എന്നിട്ട് നമുക്ക് റിട്ടേൺ അടിക്കണം. റിട്ടേൺ ഇനി ഇങ്ങനെ അല്ലെങ്കിൽ എയുടെ ചോയ്സ് നമ്മൾ പ്രത്യേകം അടിക്കേണ്ട, അത് എ തന്നെ എടുത്തോളും. എൽസ് ഇഫ് ഈ പറഞ്ഞ കേസും അല്ലെങ്കിൽ അതിനർത്ഥം എ ജയിച്ചു എന്നായിരിക്കും. അപ്പോൾ എ വിൻസ് എന്ന് പറഞ്ഞു കൊടുക്കാം. നേരത്തെ ഞാൻ വിന്ന് കൊടുത്തപ്പോൾ എ, അതുപോലെ ടൈന്ന് കൊടുത്തപ്പോൾ എക്സ്ക്ലമേഷൻ കൊടുത്തില്ലേ, അതുപോലെ എക്സ്ക്ലമേഷൻ കൊടുക്കാം. ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇമ്പോർട്ട് റാൻഡമായിട്ട് ഒരു ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഓപ്ഷൻസ് കൊടുത്തു. കമ്പ്യൂട്ടർ എങ്ങനെയാണ് എന്തിൽ നിന്നാണ് റാൻഡമായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം യൂസറിന് വേണ്ട ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾ അടുത്തായിട്ട് എക്ക് വേണ്ട ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. പിന്നെ കണ്ടീഷൻസ് ആണ്. ഇത് ടൈ ആവാനുള്ള കണ്ടീഷൻ, അതുപോലെ യൂസർ ജയിക്കാനുള്ള കണ്ടീഷൻ. ഇനിയിപ്പോൾ എയുടെ കണ്ടീഷൻ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണമെന്നില്ല. ഈ പറഞ്ഞ 2 കണ്ടീഷൻ അല്ലെങ്കിൽ പിന്നെ എ വിൻസ് എന്ന് പറയുന്ന ഒറ്റ കണ്ടീഷൻ അല്ലല്ലോ, അത് കാണിക്കാം. ഓൾമോസ്റ്റ് നമ്മൾ പണി കഴിഞ്ഞു. നമുക്കിനി ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കണം. അതായത് യൂസറിൻ്റെ ആവശ്യം ഉള്ള അത്രയും ടൈം ഈ ഗെയിം റണ്ണാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ലൂപ്പ് ഇടണം. ഈ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈൽ എവിടെയും ആ കളർ ഇങ്ങനെ ബ്രൈറ്റ്നെസ് കുറവുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് കൊടുത്താൽ ആ ലൈൻ ഒന്ന് അലൈൻ ചെയ്ത് നമുക്ക് റെഡിയാവും. വൈൽ ഈ ട്രൂ ഫോൾസ് എന്നൊക്കെ പറയുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. അത് ഞാൻ കൂടുതൽ മാത്തമാറ്റിക്സ് കടക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കണം നിങ്ങൾ. എന്നിട്ട് ഓക്കെ ഇങ്ങനെ കൊടുത്താൽ ഇതായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഞാൻ വരും വീഡിയോസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇത് ഡൗട്ട് ഉണ്ട് ഇത് അറിയാൻ കുറച്ചുകൂടെ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ മേത്തിൽ കൊടുത്ത കോമേഴ്സിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു, ഇവിടെ ഡബിളും കൊടുത്തു. കോമ ഈ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഡബിൾ കൊട്ടേഷൻ കൊടുത്തു, ഇവിടെ സിംഗിളും കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കളറിൽ ചെറിയൊരു ഇഷ്യൂ വരുന്നത്. നമുക്ക് റെഡിയാക്കാം. അവിടെ നമ്മൾ ഡബിൾ കൊട്ടേഷൻ കൊടുത്തു. വേറെ എവിടെയെങ്കിലും മിസ്സിങ്, ഇവിടെ കൊട്ടേഷൻ കൊടുത്തില്ലല്ലേ. ഓക്കെ, ഇപ്പോൾ അവിടുത്തെ കളർ റെഡിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻസ് കൊടുത്തു. കണ്ടീഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. 3 കണ്ടീഷൻ നമ്മൾ ഇതുവരെ കൊടുത്തത്. ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ കൊടുത്തു, അത് രണ്ടും ടൈ ആവുന്നൊരു കണ്ടീഷൻ. പിന്നെ എൽസ് ഇഫ്, അങ്ങനെ അല്ലെങ്കിൽ അടുത്തായിട്ട് വരുന്നൊരു കണ്ടീഷനായിട്ട് നമ്മൾ കൊടുത്തത് ഈ എ ഇത് തോൽക്കുന്ന കേസുകൾ, അതായത് യൂസർ ജയിക്കുന്ന 3 കേസുകൾ ഏതൊക്കെയാണ് നമ്മൾ കൊടുത്തു. പിന്നെ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ എ ജയിച്ചു എന്നുള്ള അർത്ഥം. അതിനോട് എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ എ വിൻസ് അടുത്തതും കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ലൂപ്പ് കൊടുക്കണം, ഞാൻ പറഞ്ഞു. അതായത് ഈ ഗെയിം ഇനി റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
യൂസർ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ രണ്ടും കൂടി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. നമ്മൾ ഈ അണ്ടർസ്കോർ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു തവണ നിങ്ങളിപ്പോൾ അണ്ടർസ്കോർ കൊടുത്തെന്ന് ചോദിച്ചാൽ മേത്തല പേരിൽ താഴത്തേക്ക് നിങ്ങൾക്കിപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു വാരിയബിളിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ അതേ പേരിന് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. മേത്തല അടിച്ച ഈ അണ്ടർസ്കോറോടെ തന്നെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നിലും കൊടുക്കരുത്. അതുപോലെ നമ്മൾ മേത്തൽ നേരത്തെ ഞാൻ അണ്ടർസ്കോർ കൊടുത്തിരുന്നു. മറ്റേ എയുടെ കേസിൽ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ കീബോർഡ് വേണ്ടത്. ഇപ്പോൾ സ്ക്രീൻ കീബോർഡിലുള്ള പ്രശ്നമല്ല, നമുക്ക് ഇവിടെയും കൊടുത്തേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഗെയിം റിപ്പീറ്റ് അടിക്കാനുള്ള ലൂപ്പാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഈ ബ്ലോക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പ്രിൻറ്റ് ഡിസൈഡ് നമുക്കിനി വിന്നറെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഡിസൈഡ് വിന്നർ. ഓക്കെ, ഇനി ഇതെന്തിനാണ് അടിച്ചതെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്റ്റോപ്പ് ആകാതെ റിപ്പീറ്റ് ആയിരിക്കണം. അതുപോലെ മെയിൻ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് യൂസറിൻ്റെ മൂവ് എന്തൊക്കെയാണെന്നും അതുപോലെ എന്റെ മൂവ് എന്താണെന്നും അതുപോലെ ഡിസൈഡ് ചെയ്യുന്നു വിന്നറിനെ ഡിസൈഡ് ചെയ്യുന്നു. ഇത് മൂന്നാണ് മീൻസ് ഇതിൻ്റെ ഔട്ട്ലൈൻ കാര്യങ്ങൾ. നമ്മൾ ഇത്ര നേരം കൊടുത്തതിൻ്റെ ഒരു ഔട്ട്ലൈനാണിത്. ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തത്. ഇനി നമുക്ക് കൊടുക്കേണ്ട എക്സ്ട്രാ അടുത്ത കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോറി ഇടയ്ക്ക് ചെറിയ തുമ്പലിരുന്നു, നിങ്ങൾ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുത്തു, ഡിസൈഡ് വിന്നറിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തു. നമ്മൾ ഈ വൈൽ ട്രൂ എന്ന് പറയുന്ന ലൂപ്പ് ഇവിടെ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഗെയിമിൽ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ടുള്ള 3 ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ കൊടുത്തു. യൂസർ, എ, അതുപോലെ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് റിപ്പീറ്റ് അടിക്കേണ്ടത്. അത് നമ്മൾ ലൂപ്പായിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു റൗണ്ട് ഈ കളി കഴിഞ്ഞിട്ട് അടുത്തത് ചോദിക്കണം. ഇനി ഇത് വീണ്ടും കളിക്കണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കണം. പ്ലേ അഗൈൻ എന്ന് പറയും പോലെ നമുക്ക് അതിനുവേണ്ടി ഇൻപുട്ട് കൊടുക്കാം. പ്ലേ അഗെയിൻ. ഇത് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ലാംഗ്വേജിൽ ഇതൊക്കെ മാറ്റാവുന്ന പ്രശ്നമില്ല. എന്നിട്ട് അവിടെ കാണിക്കേണ്ടത് പ്ലെയറിന് കാണാൻ പറ്റണം അതിനുശേഷമുള്ള കാര്യം. അതെന്താ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് അടിക്കാം, എന്ത് വേണമെങ്കിലും, നോ പ്രോബ്ലം. നമുക്കിപ്പോൾ തൽക്കാലം പ്ലേ അഗെയിൻ അങ്ങനെ എന്തെങ്കിലും തന്നെ അടിക്കാൻ പറ്റില്ല.
ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. യെസ് ഓർ നോ. നിങ്ങൾക്ക് ജസ്റ്റ് വൈ അല്ലെങ്കിൽ എന്നതാണ് വെച്ചാൽ തൽക്കാലം ഞാൻ കുറച്ചുകൂടി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള യെസ്സും നോയിലുമാണ് കൂടുതൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ അടിക്കുന്നത്. നിങ്ങൾക്ക് ഷോർട്ടായിട്ട് വൈ ബാർ എന്ന് അടിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. എന്നിട്ട് അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബ്രാക്കറ്റ് ഓക്കെയാണ്. അതിന് മുമ്പ് നമുക്കൊരു കൊട്ടേഷൻ കൂടി കൊടുക്കാം. ഓക്കെ, ഇവിടെയും അതുപോലെ നമുക്ക് വേറെ കാര്യം കൊടുക്കാനുണ്ട്. നമ്മളിതിന് മുമ്പ് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ലോവർ കേസ് ആക്കാൻ വേണ്ടിയിട്ട് പ്ലെയർ ഇപ്പോൾ എന്താ കൊടുക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ലോവർ കേസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്ലെയർ എന്തടിച്ചാലും ആ ലോവറായി വരണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ജസ്റ്റ് ലോവറാക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ലേ? നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ട് ഇപ്പോൾ അത് ഒന്നുകൂടി അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇവിടെ ഇപ്പോൾ ലോവർ എന്ന് ഉദ്ദേശിച്ചത് എന്തിനാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലെയർ കൊടുക്കേണ്ടതാണ് യെസ് ഓർ നോ. ഇനി വീണ്ടും കളിക്കണമെന്ന് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ എന്നുള്ളതിൽ പ്ലെയർ എങ്ങനെ അടിക്കാൻ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്ലെയർ ഏത് രീതിയിൽ അടിച്ചാലും, ഇപ്പോൾ അപ്പർ കേസിൽ അടിച്ചാലും ലോവർ കേസിൽ അടിച്ചാലും കമ്പ്യൂട്ടർ റീഡ് ചെയ്യേണ്ടത് ലോവർ കേസിലായിരിക്കണം. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ബ്ലോക്ക് അടിക്കാം. ഇവിടെയാണ് കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ഇഫ് ഇനി അഥവാ നമ്മുടെ പ്ലെയർ പ്ലേ അഗെയിൻ ചൂസ് ചെയ്തെന്ന് വിചാരിച്ചു. ഇവിടെ ആ ബ്രൈറ്റ്നെസ്സിൻ്റെ ചെറിയ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് റെഡിയാക്കാം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഞാൻ ഇവിടെ ബ്രേക്ക് എന്ന് കൊടുക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. യൂസറിനോട് കണ്ടിന്യൂ ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി ചോദിച്ചു. പ്ലേ അഗെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ യൂസർ യെസ് എന്ന് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഫ് പ്ലേ അഗെയിൻ, എപ്പോൾ യെസ് എന്ന് കൊടുത്താൽ മാത്രമേ ഈ ഗെയിം വീണ്ടും, അതായത് നിങ്ങൾക്ക് ഇനി വീണ്ടും പ്ലേ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ചത്. ഇഫ് ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇനി നെക്സ്റ്റ് ബ്ലോക്ക് അത് ഫോളോ ചെയ്യും. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ബ്രേക്ക് കൊടുക്കാനുള്ള കാരണം അതാണ്. അതായത് യെസ് അല്ലാതെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡോട്ടോ എന്തെങ്കിലും യെസ് എന്തെങ്കിലും കാണിച്ചു, യെസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തു, പ്ലേ അഗെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ആവണം, ഗെയിം അവിടെ സ്റ്റോപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ കാര്യം യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ പരിപാടി കഴിഞ്ഞു. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. കുറച്ച് സൗണ്ട് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇതിൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ബേസിക്കായ ചെറിയ ചെറിയ കോഡ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ റാൻഡംനെസ് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം അതായത് എ എങ്ങനെ റിയൽ ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് വേണ്ടിയിട്ട് ആ റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റാൻഡം ഇൻപുട്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറയുമ്പം ആരാണ് ഇതിൽ ജയിക്കേണ്ടതെന്നുള്ള കണ്ടീഷൻസ് ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരതൊക്കെ എടുത്തു, എന്റെ ചോയ്സ് എടുത്തു, അതുപോലെ യൂസറിൻ്റെ ചോയ്സ് എടുത്തു, പിന്നെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതിൻ്റെ അവിടെ ഒരു ഡിഫൈൻ ചെയ്തു ഫംഗ്ഷൻ. പിന്നെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയായിരുന്നു. കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഇഫ് വെച്ച ഒരു കണ്ടീഷൻ കൊടുത്തു, അതായത് രണ്ടും ടൈ ആവാൻ ചാൻസ് ഉള്ള കണ്ടീഷൻ, അത് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതാണെങ്കിൽ മാത്രം ടൈ അല്ലാതെ അടുത്ത് എൽസ് ഇഫ്, ഈ ടൈ അല്ലാതെ വേറെ എന്തെങ്കിലും കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസർ ജയിക്കുന്ന 3 കണ്ടീഷൻ അത് നമ്മൾ കൊടുത്തു. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ എന്തായിരിക്കും, എ വിൻ
എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എൽസ് ഇഫ് കണ്ടീഷനും കൂടി കൊടുത്തു. പിന്നെ നമ്മൾ ലൂപ്പ് ആഡ് ചെയ്യുന്നു. ലൂപ്പ് ആഡ് ചെയ്യുന്നതിനാണ് ഗെയിം റിപ്പീറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ലൂപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് മെയിൻ ഡൊമൈൻസ് പറഞ്ഞു. ഇതിൽ വരുന്ന മെയിൻ ഒരു സ്ട്രക്ചറായിട്ടുള്ള ഇതിൽ മെയിൻ 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ യൂസർ ചോയ്സ്, അതുപോലെ എഐൻ്റെ ചോയ്സ്, അതുപോലെ പ്രിൻ്റ്. ഇത് 3 മെയിൻ. ഇത് റിപ്പീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂപ്പിൽ ഇത് കൊടുത്തു. പിന്നെ നമ്മൾ യെസ് പ്ലേ അഗെയിൻ ആണെങ്കിൽ യെസ് അടിച്ചാൽ മാത്രം പ്ലേ അഗെയിൻ, അല്ലാതെ വേറെ എന്തെങ്കിലും അടിച്ചാൽ ഇത് ബ്രേക്ക് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എവിടെയെങ്കിലും ചെറിയ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടാൽ അത് കറക്റ്റ് ചെയ്യണം. നമുക്ക് തൽക്കാലം ഞാൻ കീബോർഡ് ഓഫ് ചെയ്യുന്നു. അതുപോലെ ബ്രേക്ക്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എവിടെയെങ്കിലും ഒരു കോമ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഈ വെബ്സൈറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ എ ബാക്കപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരും എവിടെ മിസ്സിംഗ് എന്ന്. നിങ്ങൾ ജസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റൺ ചെയ്ത് കാണിച്ചു തരാം. എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. യെസ്, നമുക്കിവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈൻ ലെവലിൽ നമുക്ക് ചെറിയ മിസ്സിംഗ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഓക്കെ വിന്നറിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സ്ഥലത്താണ് മിസ്സിംഗ് ഉള്ളത്. നമുക്ക് കറക്റ്റ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും എറേഴ്സ് ആയിരിക്കും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ സ്പേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കോളും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ അറേഞ്ച്മെൻ്റ് ഇല്ലേ, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആവണം. ഇപ്പോൾ ഇഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അതിൻ്റെ എൽസ് ഇഫ് എന്ന് കൊടുക്കുമ്പോൾ അതും കറക്റ്റ് അതിൻ്റെ ഓർഡറിൽ നിൽക്കണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിപ്പോലും. സ്പേസിൽ മാറ്റം വരുമ്പോൾ പൈത്തൺ അത് റീഡ് ചെയ്യുന്നത് വേറെ രീതിക്കായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. മിക്കവാറും 11 ഇത് 11ാമത്തെ ലൈനത്ത് കറക്റ്റ് ആവേണ്ടതാണ്. ഇങ്ങനെ നോക്കുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറെ ഏതൊക്കെ ലൈൻസിലാണ് പ്രശ്നം എന്ന് നോക്കുക, അത് കറക്റ്റ് ചെയ്യുക. സ്പേസ് ആവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി അതേ രീതിയിലല്ല നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ജസ്റ്റ് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എറർ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു എറർ നമുക്ക് ലൈൻ 13 നമുക്ക് ചെറിയ എന്തോ എറർ ഉണ്ട് നോക്കാം. അതും ഇങ്ങനത്തെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് എറർ എന്താണെന്ന് കാണിക്കും. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്നുണ്ടാകും മിക്കവാറും. ഈ 13ാമത്തത് ഇതും മിക്കവാറും നമ്മൾ സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ റെഡിയാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ഞാനത് ഇഫ് ഒന്ന് ബാക്കോട്ട് അടിക്കുമ്പോൾ കണ്ടീഷൻ മേ ബി റെഡിയാവും നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ 30th കറക്റ്റായി. അതുപോലെ നമ്മൾ ഈ ഓർഡറിൽ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ താഴത്ത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി. ഈ ലൈൻ 15 അങ്ങനെ എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് നോക്കാം. ഓക്കെ, അതും നമുക്ക് ഇതുപോലെ ബാക്കോട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി 19. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയുണ്ട്. നമുക്കിത് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റും ടാബ് കീയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. ഷിഫ്റ്റ് പ്ലസ് ടാബ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ച് ഈ ലൈനോട് അലൈൻ ആയിട്ട് കിട്ടും. അങ്ങനെ അലൈനായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമാണ്. സ്പേസ് അടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് എറർ ഒന്നും മാറി. നിങ്ങൾക്ക് ഇവിടെ എറർ നോക്കാം. ഇൻവാലിഡ് സിൻറ്റെക്സ് എന്ന് പറയുന്നുണ്ട്. നമുക്കത് കറക്റ്റ് ചെയ്യണം. ഇവിടെ കണ്ടോ, ഇവിടെ ഒന്ന് സിമ്പിൾ കറക്റ്റ് അല്ല. ഡബിൾ ഡോട്ട് വരേണ്ട സ്ഥലത്ത് വേറെ സിമ്പിൾ വന്നു, അതാ പ്രശ്നം. ഓക്കെ, നമ്മളത് കറക്റ്റ് ചെയ്തു. ഇനി നോക്കാം. ലൈൻ 19 ഇനിയും എന്താ പ്രശ്നം നോക്കാം. എൽസ് ഇഫ് റിട്ടേൺ
ഓക്കെ, ഇപ്പോൾ സ്പേസിൻ്റെ പ്രശ്നം തന്നെയുള്ളൂ. നമ്മൾ ഈ ഡോട്ടിൻ്റെ പ്രശ്നം കറക്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരെ അലൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ആ ഷിഫ്റ്റും ടാബ് കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഓരോന്ന് കറക്റ്റ് ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് കറക്റ്റ് ചെയ്യും, എങ്കിലും നമുക്കത് കുറച്ചുകൂടി മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും നമുക്ക് കാണിക്കുന്ന എറർ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം. വെറുതെ അല്ല കേസ്, നമുക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റി. നമ്മളിവിടെ എൽ സിഫ് എന്നാണ് അടിച്ചത്. എൽ സിഫ് എന്നല്ല, നമുക്ക് എൽസ് എന്ന് വേണം. ആ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ മിസ്റ്റേക്ക് നിങ്ങൾ പറ്റിക്കത്. എൽ സിഫും എൽസും തമ്മിലുള്ള മാറ്റം ഞാൻ പറയാം. അതായത് ഇഫ് കൊടുക്കുകയാണെങ്കിൽ ഇഫിന് നമുക്കൊരു എന്താ പറയുക, ഒരു കണ്ടീഷൻ വേണം എന്തായാലും. അതുപോലെ എൽസിഫ് ആണെങ്കിലും അതിനും ഒരു കണ്ടീഷൻ വേണം പർട്ടിക്കുലറായിട്ട്. പക്ഷേ എൽസിന് അങ്ങനെയൊന്നുമില്ല. മുകളിൽ തന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ എൽസോട് കാര്യമുള്ളൂ. എൽസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ വിൻസ് എന്ന് പറയാം, മേത്തെ കൊടുത്ത രണ്ട് കണ്ടീഷനും അല്ലാതെ ആണെങ്കിൽ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 21st ലൈനിൽ അതും ഈ ഐഡൻറ്റിഫിക്കേഷൻ എറർ ആണെങ്കിൽ നിങ്ങളൊന്ന് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് നോക്കിയാൽ മതി. വൈൽ ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പക്ഷം മാത്രം ഷിഫ്റ്റ് പ്ലസ് ടാബ് കീ അടിച്ചാൽ മതി. 4 ലൈനായി കിട്ടും നിങ്ങൾക്ക്. അതിനുശേഷം ഈ ലൂപ്പ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. മുകളിൽ റിട്ടേൺ അവിടെ നിങ്ങൾക്ക് ആ കളർ വരുന്ന സ്ഥലം ഏകദേശം കാണാൻ പറ്റും. അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് എവിടെയോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ. നമ്മൾ മുകളിലത്തെ അലൈൻ ചെയ്ത് റെഡിയാക്കിയപ്പം താഴത്തെ എവിടെയോ ഒന്ന് മിസ്സായി. നമുക്ക് നോക്കാം. ഒന്നാമത് കോൾഡായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ടൈപ്പിങ്ങും വോയിസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ട്വൻറ്റി ലൈനിൽ അഗെയിൻ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ അടിച്ചത് ഓർമ്മയില്ല. ആ എക്സാമ്പിൾ അടിച്ചപ്പോൾ ഞാനത് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടു. അതിനുശേഷം അതിൻ്റെ താഴത്തേക്കുള്ള സ്പേസിലൊക്കെ ചെറിയ പ്രശ്നം വന്നു. 26 ഇഫ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ
മിസ്റ്റേക്ക് എന്ന് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, ഇവിടെ നമുക്കെന്തോ സിൻടാക്സ് എറർ ഉണ്ട്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചാൽ എന്തെങ്കിലും സ്പെൽ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യേണ്ടി വരും. 14th ലൈൻ റിട്ടേൺ നോക്കാം നമുക്ക്. സോ അപ്പോൾ ഞാൻ ആ മിസ്റ്റേക്ക് മൊത്തം കറക്റ്റ് ചെയ്തു. ഈ 14th ഈ റിട്ടേൺ ഇല്ല, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ റിട്ടേൺ എപ്പോഴും. നമ്മളിപ്പോൾ ഇഫ് ക്ലോസ് ഇവിടെ വെച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മളതുപോലെ ഈ റിട്ടേൺ കൊടുത്ത സ്ഥലം മൊത്തം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നിങ്ങൾ എന്തിൻ്റെ ഉൾഭാഗത്തേക്ക് വരുന്ന രീതിക്ക് കൊടുത്തിട്ടുണ്ടാവണമെന്ന്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണം റിട്ടേൺ കൊടുക്കാൻ. ഞാൻ നേരത്തെ കൊടുത്തപ്പോൾ അത് സ്പേസിന് പുറത്തേക്ക്, ഈ ഇഫിൻ്റെയും പുറത്തേക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓരോ പൊസിഷനും അലൈൻഡ് ആണ്. ലാംഗ്വേജ് മനസ്സിലാക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കണം. ഇതിൻ്റെ ഈ പൊസിഷൻസ് ഇല്ലേ, ഈ സ്പേസ്, ഓരോ സ്പേസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ഫംഗ്ഷൻ വരുന്നത് ഓരോന്നിൻ്റെ ഉള്ളിലാവണം. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഫസ്റ്റത്തെ എറർ, നിങ്ങൾക്ക് ഇപ്പോൾ 2-3 എറർ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. അതിൽ നിങ്ങൾക്ക് ഓൾറെഡി കാര്യം മനസ്സിലായി തോന്നുന്നു. സിൻടാക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ സ്പെല്ലിങ്ങിൽ ചെറിയ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സിമ്പിൾ ചെറിയ മാറ്റം ഉണ്ടാവും. അതെന്തും ജസ്റ്റ് മാറ്റി നോക്കുക. ഈ സൈറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന്. അതുപോലെ സ്പേസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കൊന്ന് റൺ ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് ചൂസ് റോക്ക് പേപ്പർ ഓർ സിസേഴ്സ് എന്ന്. ഞാൻ തൽക്കാലം റോക്ക് ഒന്ന് അടിക്കാം. ഓക്കെ, സെറ്റായി. എയും ഞാൻ അടിച്ചത് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ പ്ലേ ഗെയിം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, ഞാൻ യെസ് അല്ലാതെ വേറെ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഈ ഗെയിം ബ്രേക്ക് ആവണമെന്ന്. നമുക്ക് വേറെ എന്തെങ്കിലും അടിച്ച് നോക്കാം. തൽക്കാലം ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ 2 ലെറ്റർ മാത്രം അടിച്ചു. എന്നിട്ട് എൻ്റർ കൊടുത്ത് എന്താ സംഭവിക്കുക നോക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ ബ്രേക്കായി. നമുക്കൊന്നുകൂടെ റൺ ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത, അതായത് യെസ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത്തവണ ഞാൻ പേപ്പർ കൊടുക്കാം. യെസ്, എ ചൂസ് ചെയ്ത റോക്കാന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഞാൻ പേപ്പർ യൂസ് ചെയ്തതും. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി കളിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം, യെസ് അടിച്ച് നോക്കാം, ജസ്റ്റ് അടുത്തതിൽ പോകുന്നുണ്ടോയെന്ന്. അപ്പോൾ യെസ്, റെഡി. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് കറക്റ്റാണ്. നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ളായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് കോൾഡൊക്കെ കൂടി വന്നിട്ടാണ് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓക്കെ, സാറിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കാര്യങ്ങളെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ടൈം കൂടുതലായില്ല എന്ന് വിചാരിക്കുന്നു. That's it for today. Bye bye, signing off.